LTF മന്ത്രിസഭയിലെ CPIM മന്ത്രിമാരെ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയത്. സ്പീക്കർ സ്ഥാനത്തേക്ക് P. ശ്രീരാമകൃഷ്ണനെയും തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ എന്നിവർ മന്ത്രിമാരാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ G. സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J. മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പുതുക്കാട് ഏരിയ കമ്മിറ്റി അംഗമായ C. രവീന്ദ്രനാഥും CPM സ്വതന്ത്രൻ KT ജലീലും മന്ത്രിയാകും. വകുപ്പുകൾ ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിമാരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. 3 പേർ മുൻ LDF മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. 19-അംഗ മന്ത്രിസഭയിൽ CPM-നെ കൂടാതെ CPI-ക്ക് 4 മന്ത്രിമാരും JDS, NCP, കോൺഗ്രസ് എസ് എന്നീ ഘടകകക്ഷികൾക്ക് 1 വീതം മന്ത്രിമാരുമാണ് ഉണ്ടാവുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം CPI-ക്കാണ്. 2-ന് ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതിയും നിശ്ചയിക്കും. കേരള ചരിത്രത്തിൽ പുത്തൻ അധ്യായം രചിച്ച് CPM-ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ. വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം മറ്റന്നാൾ കൈക്കൊള്ളും. AKG സെന്റർ മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം KG ദിനകർ. CPI-യുടെ സംസ്ഥാന കൗൺസിൽ 4 മന്ത്രിമാരെയും തെരഞ്ഞെടുത്തു. E. ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P. തിലോത്തമൻ, K. രാജു എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, C. ദിവാകരൻ എന്നിവരെ ഒഴിവാക്കി. പാർട്ടി എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് CPI-യുടെ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ, തൃശൂർ MLA VS സുനിൽകുമാർ, ചേർത്തല MLA P. തിലോത്തമൻ, പുനലൂർ MLA K. രാജു എന്നിവർ മന്ത്രിമാരാകും. ചിറയൻകീഴ് MLA V. ശശിയായിരിക്കും പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ. മുതിർന്ന നേതാക്കളായ C. ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ എന്നിവരുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിലും പുതുമുഖങ്ങൾ മതിയെന്ന് CPI-യുടെ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് ചേരും. CPI 5-ാം മന്ത്രിയെ ആവശ്യപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളിൽ ധാരാളം വകുപ്പുകൾ ഞങ്ങൾ ചോദിച്ചെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. 5 മന്ത്രിമാർ ചോദിച്ചു, 5 മന്ത്രിമാരെ ചോദിച്ചു എന്നൊക്കെ. ദയവ് ചെയ്ത് ആരെങ്കിലും തൽപര കക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കരുത്. ഇവിടെ കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 25-ാം തീയതി രാവിലെയാണ് CPI-യും CPM-ഉം LDF-ഉം വകുപ്പിനെ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നിയുക്ത മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കാലിയായ ഖജനാവാണ് പുതിയ സർക്കാരിന്റെ മുന്നിലെ വെല്ലുവിളി. വികസനത്തിനായി പുതിയ സമന്വയം ഉണ്ടാക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട് 60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നുമാത്രമല്ല, പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം C&G തന്നെ പറഞ്ഞിട്ടുണ്ട് 61%. അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. രണ്ടുപേരും കാസർഗോഡ് DCC ഭാരവാഹികളാണ്. PS മോഹൻദാസ് തൃശ്ശൂർ DCC സെക്രട്ടറി ആയിരുന്നു. RK രവിവർമ്മ KPCC-യുടെ മെമ്പറായിരുന്നു. ശ്രീ VD രാജപ്പൻ, ചലച്ചിത്ര താരമായ ജിഷ്ണു, ഇന്നലെ നിര്യാതനായ CPM നേതാവും മുൻ പാർലമെൻറ്റ് അംഗവുമായ ശ്രീ അനിരുദ്ധൻ എന്നിവരുടെ നിര്യാണത്തിലാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. മുൻ മുഖ്യമന്ത്രി C. കേശവൻ്റെ 125ാമത് ജന്മവാർഷിക ദിനമാണ് ഇന്ന്. രാവിലെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് എക്സിക്യൂട്ടീവ് യോഗം
തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ യോഗം ആദരവ് അർപ്പിച്ചു. ഇന്ന് പ്രധാനമായും DCC പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിംഗാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് അതാത് ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ യോഗത്തിൽ റിപ്പോർട്ടിംഗ് നടത്തി പൊതു സ്ഥിതിഗതികളെ. സുധീരന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ തിരികെ എത്താൻ വളരെ വേഗം അധ്യക്ഷൻ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിനെ പൂർണ്ണമായി വിനയത്തോടെ മാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കാനാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ജനങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. ഇവിടെ UDF മന്ത്രിസഭ 25-ന് ചുമതലയേൽക്കുന്നു ശ്രീ പിണറായിയുടെ നേതൃത്വത്തിൽ. ഇവിടെ LDF മന്ത്രിസഭ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ചുമതലയേൽക്കുന്നു. ആ മന്ത്രിസഭ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ UDFൻ്റെ പിന്തുണയുണ്ടാകും. അതേ സമയത്ത് തികഞ്ഞ ജാഗ്രതയോടെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ക്രിയാത്മകമായ സമീപനം വെച്ചു പുലർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റും. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളെ യോഗം അപലപിച്ചു. ഇക്കാര്യത്തിൽ അതിയായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏതാണ്ട് 142ഓളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മടത്ത് ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കയ്പമംഗലത്ത് ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം പല തലങ്ങളിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിണറായിയിൽ തന്നെ കോൺഗ്രസിൻ്റെ 4 ഓഫീസുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. പല ഭാഗത്തും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ INTUC യൂണിറ്റ് കൺവീനറെ അദ്ദേഹത്തിന് നേരെ അതിക്രൂരമായ അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരാരായാലും മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിച്ചേ മതിയാവും. അക്രമ സംഭവങ്ങളിൽ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത് BJP CPM പ്രവർത്തകരാണ്. അവരാണ് അക്രമ സംഭവങ്ങൾക്ക് പല ഭാഗത്തും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ BJPയും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലൂടെ വിജയത്തിൽ വന്നിട്ടുള്ള പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ CPMഉം സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഒരു കാരണവശാലും അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാടുമായി എല്ലാ കക്ഷികളും മുന്നോട്ട് പോയേ മതിയാകൂ. ഈ അക്രമം പ്രധാനമായും ഉണ്ടായിട്ടുള്ളത് CPMൻ്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം.
സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ടവർ അക്രമ സംഭവങ്ങളിലേക്ക് വന്ന് വീഴാതിരിക്കാൻ അതിലുൾപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രത്യേകമായ ജാഗ്രത അവരുടെ ഭാഗത്തുണ്ടാകണം. ആര് നടത്തിയാലും അവർ മാത്രമല്ല, ഇപ്പോൾ SDPI പോലുള്ള ചില സംഘടനകളും പല ഭാഗത്തും അക്രമത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കർശനമായ നടപടി സ്വീകരിച്ച് സമാധാന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്, സമാധാന ജീവിതമാണ്. കോൺഗ്രസ് എപ്പോഴും UDF ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ്. അക്രമങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നടത്തിയ ആ ഭീഷണിയുടെ സ്വരം അങ്ങേറ്റം അപലപനീയമാണ്. ഇന്നലെ തന്നെ അതേ സംബന്ധിച്ച് കൊല്ലത്ത് മാധ്യമപ്രവർത്തകർ വന്ന് കണ്ടപ്പോൾ തന്നെ ശക്തമായി അപലപിച്ചിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി, കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് സുധീരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UDF നേതൃത്വത്തിനെതിരെ ബിന്ദു കൃഷ്ണയും ഷാനിമോളും രംഗത്ത്. UDF-ൽ വനിതകൾക്ക് അവഗണനയാണ്. സ്ത്രീകൾ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമാണ്. LDF 2 വനിതകളെ മന്ത്രിമാരാക്കിയത് ചരിത്ര സംഭവമാണെന്നും ഇരുവരും വ്യക്തമാക്കി. കോൺഗ്രസിനകത്ത് ഒട്ടേറെ വനിതകൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാതെ തോക്കുമെന്ന് 100% ഉറപ്പുള്ള സീറ്റുകൾ തെരഞ്ഞു പിടിച്ച് തരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ വനിതകൾ എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമില്ലാതായി. ഇത് പറയുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ഇതല്ല. ഏറ്റവും കൂടുതൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്.